ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ ഒരു വലിയ വ്ളോഗ് എടുക്കണം എന്നിങ്ങനെ വിചാരിച്ച് മടി പിടിച്ച് അങ്ങനെ പോവേനു. ഞാൻ ഷോർട്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ ഇന്ന് ഒരു വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് നോക്കണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ പോവാണ് കേട്ടോ, 2 ദിവസം മഞ്ചേരിയിൽ പോവാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ. അപ്പോൾ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയി സാറ്റർഡേ ഒരു ദിവസം നിന്ന് സൺഡേ ഈവനിങ് ആകുമ്പോൾ തിരിച്ചു വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വിചാരിക്കണത്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ സാറ്റർഡേ വീട്ടിൽ പോകാൻ നിന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ റെയിനുവിന് മൂത്താക്ക് ഇപ്പോൾ സാറ്റർഡേയും ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സാറ്റർഡേ സൺഡേ അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സ്കൂളില്ല. അപ്പോൾ ആ ഒരു ടൈം വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാളെ ക്ലാസ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൂടെ ലീവ് ആക്കിയിട്ട് 2 ദിവസം എപ്പോഴെങ്കിലുമൊക്കെ. ഇപ്പോൾ 2 മാസത്തോളമായി വീട്ടിൽ, 2-2.5 മാസത്തോളമായി. കഴിഞ്ഞ ഏപ്രിലിൽ പോയി നിന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയോ ഒരു ഇടങ്ങേറി പോയി നിൽക്കാഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ക്ലാസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. പെട്ടിയും പാണ്ടും ഒക്കെ എടുത്തിട്ട് ബാക്കിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കളെയും കൂടി കൂട്ടി അങ്ങോട്ട് പോവുക തന്നെ. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ പിക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സുജി രാവിലെ ഓഫീസിൽ പോയതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങൾ ഏർനാട് വിടുകയാണെന്നുള്ള കാര്യം ഒന്നും കൂടി അങ്ങോട്ട് പറഞ്ഞിട്ട് ബായൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ്. സാധാരണ ഞാനിങ്ങനെ പോകുമ്പോൾ താത്താനും കൂടി വഴിയിൽ നിന്ന് പിക്ക് ചെയ്ത് അങ്ങനെയാണ് മഞ്ചേരി പോലുള്ളത്. പിന്നെ താത്ത ഓരോരോ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ വഴിക്ക് നേരെ അങ്ങോട്ട് എവിടെയും തങ്ങാനോ പിടിക്കാനോ ഒന്നുമില്ലല്ലോ, നേരെ അങ്ങോട്ട് മഞ്ചേരിയിലെത്തി. എത്ര കറക്റ്റ് സമയത്ത് ഉമ്മ അവളുടെ ഫ്രണ്ട് തന്നെ വന്ന് ഇങ്ങനെ നോക്കി അങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ മക്കൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിയിട്ട് വീടിന് ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാനാണ് ലാസ്റ്റ് ഇവിടെ കയറുന്ന ആൾ. മക്കൾക്ക് ഇവിടെ എത്തിയപ്പോൾ മുതലേ ഫുൾ മടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നേരെ എവിടെ ഇരിക്കാതെ നേരെ ബാത്റൂമൊക്കെ പോയി ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് മേലെ കഴുകി അല്ലെങ്കിൽ കുളിച്ച് അങ്ങനെയൊക്കെയാണ് ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനൊക്കെ വരിക. ഇവിടെ കുളിക്കണോ ഇരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ ചോദിക്കുകയാണ്, കുളിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, കുളിക്കാണ്ട് ഒന്നും തരില്ല, ഒന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോന്ന് ID കാർഡ് ഓരോന്നായിട്ട് ഇങ്ങനെ അയക്കുകയാണ്. അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഗീ റൈസും സ്റ്റൂവും ചിക്കൻ പൊരിച്ചതും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല വിശന്നിട്ടാണ് വരുന്നത് കേട്ടോ. കാരണം ഞാൻ പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കി തരുന്നത്. നല്ല ദോശ, മുരിഞ്ഞ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉമ്മ ഉണ്ടാക്കി തരുന്ന ദോശ. അപ്പോൾ പിന്നെ അതും ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഉണ്ടാക്കണ നോക്കി അങ്ങനെ അവിടെ കാവലായിട്ട് നിൽക്കുകയാണ്. മക്കളും നെല്ലുട്ടനും വന്ന പാടെ കളി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ സ്കൂളത്തെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നെല്ലുട്ടൻ പ്ലേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ ഓരോരോ കുട്ടികൾ അവന് വികൃതി കാണിക്കുന്നതും അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇപ്പം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ സ്കൂൾക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഓരോരുത്തർ വികൃതി കാണിക്കാനും ഓസിലോ അങ്ങനെ എന്തോ ഒരു കുട്ടി ഉണ്ട് കേട്ടോ. അവനിങ്ങനെ പറയും ഓസിൽ അടിച്ചു, ഓസിൽ കടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കണോണ്ട് തന്നെ അവന് ഇച്ചിരി എന്താ പറയുക, സ്കൂൾക്ക് പോകാൻ ഇച്ചിരി മടി അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ദോശയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. ഞാനാണ് എന്നോട് ഇങ്ങനെ വർത്താനം പറയുന്നത്. എൻ്റെ സ്കൂളത്തെ ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ പാരൻസ് മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ അവനെന്നും വികൃതി കാണിക്കണ, അവൻ എപ്പോഴും പറയണ ഓസിലിനോ എന്നൊക്കെ ഒന്ന് കാണാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചത് പിന്നെ ഞാൻ നേരെ പോയി ആ ഒരു ബെഡിൽ അങ്ങോട്ട് കിടന്നു. ഒന്നും നോക്കിയില്ല. ഉറക്ക പറയും ഇല്ല. ഞങ്ങള് വീഡിയോയില് ഹായ് കൊടുക്കും. ഹായ് പറയും, ഹായ്. വലിയ സൈക്കിൾ ഓടിക്കുമ്പോ ആ ഗേറ്റിന്റെ കുഴിയാവും. ഞാൻ എന്റെ സൈക്കിൾ ഓടിക്കുമ്പോ ഞാൻ പപ്പന്റെ വണ്ടിയിൽ വെച്ച് അപ്പൊ എങ്ങനെയൊക്കെയോ
നിലുവിന് ചെറുതായിട്ടൊരു ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അവൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടുള്ളത്. അവന് കുറച്ച് ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ട് ആരെയും അവൻ്റെ സ്കൂളിലത്തെ വർത്താനങ്ങളും വീട്ടിലത്തെ വർത്താനങ്ങളും എല്ലാം ഇങ്ങനെ അമ്മമാരോട് ഘോരഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ കാക്ക കോളേജൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കോളേജ് വിട്ട് വരാറുമ്പോൾ പ്രൊഫസറാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് അവന് ചെറിയ പിന്നെയും വർക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പൊക്കെ ഇങ്ങനെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്നൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ പോയിരുന്നു. ഞാനൊക്കെ ചെറുതായിട്ട് ചെറിയ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ എന്നെ വിളിച്ചതേനു കേട്ടോ. അപ്പോൾ അതും വിചാരിച്ചിട്ട് മുകളിലേക്ക് പോയി. ആരും ഇങ്ങനെ ഈ കാട്ടിക്കൂട്ടണമെന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഒരു ക്യാമറ എവിടെയും വെച്ചാൽ പിന്നെ അത് എൻ്റെ വീഡിയോ അലമ്പാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുകയാണ്. ഞാൻ ചെറിയൊരു എന്താ പറയുക റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഫുള്ളൊന്ന് ഫിക്സ് ആക്കി തരുമോ, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കണത് എന്നൊക്കെ കാണിച്ചു തരുമോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടും പ്രവർത്തിപ്പിച്ചിട്ട് ഒരു പ്രോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കതൊക്കെ സിമ്പിൾ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് സ്ലീവൊക്കെ മുകളിട്ട് വെച്ച് ഞാൻ അതിനങ്ങോട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അതിനിടയിൽ താത്തയും ഹണിയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവരോടും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഈ റിംഗ് ലൈറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കണത്, എനിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു റിംഗ് ലൈറ്റ് എന്നുള്ളത് കേട്ടോ. വീട്ടിൽ എവിടെയോ ഒരു പൊടി പിടിച്ച് കിടക്കണുണ്ട് സത്യം പറഞ്ഞാൽ. കുറേ മുമ്പ് നല്ലൊരു എമൗണ്ട് കൊടുത്ത് നല്ല വില കൊടുത്ത് വാങ്ങിയ സാധനമാണ് കേട്ടോ. പക്ഷെ ഇനി അതൊക്കെ ഒന്ന് പൊടി തട്ടി പുറത്തേക്ക് എടുക്കണം. അതൊക്കെ അവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ അതിങ്ങനെ ഒരു സ്ഥലം മുടക്കിയാണ് കേട്ടോ. എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചാൽ ഒരു സ്ഥലം മുടക്കിയാണ്. പിന്നെ അത് ഒക്കെ ഒന്ന് ഊരി ഒക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ പിന്നെ ആവശ്യമുള്ളപ്പോൾ അത് ഫിക്സ് ആക്കി എടുക്കൽ എനിക്ക് മടിയാവും. അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കില്ല. അങ്ങനെ കട്ടപ്പുറത്ത് കയറിയതാണ്. പക്ഷെ ഭയങ്കര ഉപകാരമായിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്ന് ഇനി എന്തായാലും എടുത്ത് പുറത്തേക്ക് ഇടണം. അങ്ങനെയൊക്കെ അത് ഫിക്സ് ആക്കി കൊടുത്തു. ഇനി വയർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിയാലാണ് ഇതിൻ്റെ ലൈറ്റൊക്കെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരിക. അങ്ങനെ ആ വയർ കുത്താൻ കൊടുത്തപ്പോഴാണ് ഇത് USB പോർട്ടാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എന്ത് ചെയ്യും മല്ലിയാന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇതൊരു പവർ ബാങ്കിൽ കുത്തിയ തീർന്ന പ്രശ്നമല്ലുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇവരത് ആലോചിച്ചത്. ഇവരെന്തത് നേരത്തെ ആലോചിക്കാഞ്ഞെന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടോ. പക്ഷേ എൻ്റെതിന് ഇങ്ങനെ USB അല്ല കേട്ടോ. എൻ്റെത് കറക്റ്റ് പ്ലഗ് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും പ്ലഗ് ചെയ്യണം. പക്ഷേ USB ആണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ സുഖം ഇതാണ്. ഓൺ ബട്ടൺ ഇല്ലേ, മറ്റേ വട്ടത്തിൽ ഉണ്ടിക്കളി നമുക്ക് നോക്കാം. അതിന്റെ വെളിച്ചം കൂട്ടി ഇങ്ങനെ വരും. പ്ലസ് മറ്റേത് ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടെ 1 മിനിറ്റ് അതിന്റെ ലൈറ്റിന്റെ ഇത് മാറ്റാം. ഇപ്പൊ ഒരു മഞ്ഞ ലൈറ്റ് അല്ലേ, ഇത് വെള്ള, ഇതൊരു വയലറ്റ്. സൂപ്പർ വൈറ്റിന്റെ കളർ. അല്ല ഇതൊക്കെ എല്ലാത്തിലും ഉള്ളത് എന്തേലും. ഞങ്ങൾ ഈ കാര്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിലുട്ട ഭയങ്കര ബിസിയാണ് കേട്ടോ. അവന് പുതിയൊരു സ്റ്റഡി ടേബിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അവൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ഫുള്ള് കളർ ചെയ്യുകയാണ് അവന് ഇരുന്നിട്ട്. പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി എൻ്റെ റൂമിൽ ഞാനങ്ങോട്ട് കമിഴ്ന്നങ്ങോട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊന്നും പിന്നൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ ഒരു 10 മണിയായപ്പോൾ ഉമ്മ ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്കും കുറച്ച് ചോറൊക്കെ വാരി തരികയാണ് കേട്ടോ. ഞാനൊരു ചെറിയ ഡയറ്റിലൊക്കെയാണ്, അതുകൊണ്ട് ഓവർ ഫുഡൊന്നും ഞാൻ കഴിക്കലില്ല. അപ്പോൾ 2 ഉരുള വാരി തന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തുകയാണ് ചെയ്തത്. ഇപ്പം ഒന്ന് പുറത്തു പോയതായിരുന്നു. പിന്നെ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ വാരി തരുന്ന കണ്ടപ്പോൾ ഇപ്പോൾ അവിടെ നിന്നാണ്ട് ഇങ്ങനെ നോക്കാണ്ട് ചെറിയ കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചാണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നിലുട്ടന് ചെറുതായിട്ട് വയ്യാന്നുള്ളത്. അപ്പോൾ അവന് മരുന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനിങ്ങനെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ അവനവിടെ. അങ്ങനെ എല്ലാവരും ആയിട്ട് ഇങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് റെയിനുവിന് ചെറുതായിട്ടൊരു എന്താ പറയുക ചെവി വേദന തുടങ്ങിയത് കേട്ടോ. ഒരു കുറച്ച് ദിവസമായിട്ട് നല്ല ചുമയും ചെറിയ രീതിയിലൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പനിയായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവന് ഇപ്പോൾ നീരിറങ്ങിയത് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ചെവി അങ്ങോട്ട് വേദന ആയിട്ട് തീരെ അങ്ങോട്ട് വയ്യാതായി. അപ്പോൾ പിന്നെ ഓനാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മതി ഓന് പെട്ടെന്ന് സൈഡാവും കേട്ടോ. ഒരു കുറച്ച് പേടിയുള്ള ഒരു ടൈപ്പും കൂടിയാണ് ഓൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കാക്കയും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് വേഗം ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാഷ്വാലിറ്റി കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. വെറുതെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് 2 ദിവസം റിലാക്സ് ചെയ്യാൻ വന്നിട്ട് ഇവന് ഇടങ്ങാറാവണ്ടല്ലോ. ഡോക്ടർ അങ്ങോട്ട് കാണിച്ച് ഓന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മരുന്നൊക്കെ കൊടുത്താൽ വേഗം മാറിയാൽ
ഓനൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ ചുമൻ്റെയും ഇതിനൊക്കെ ആയിട്ടുള്ള നീരിറങ്ങിയതാണ് സംഭവം. വലിയ പല്ലിയോ പാറ്റോ എന്തേ കയറിയതാണോ എന്ന് അറിയില്ലല്ലോ, അങ്ങനെ വിചാരിച്ച് കൊണ്ടേ കാണിച്ചതാട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ നീരിറങ്ങാനുള്ള ഒരു എന്താ പറയുക, ഒരു ഡ്രോപ്സും തന്നിട്ടുണ്ട്, പിന്നെ പാരസെറ്റമോളും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നീലിട്ടിനും വയ്യാത്തതുകൊണ്ട് ഈ അലർജീൻ്റെ മരുന്നൊക്കെ കുടിച്ചതുകൊണ്ട് ഓന് നേരത്തെ അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് മരുന്ന് കുടിപ്പിക്കണം. ടാബ്ലറ്റ്സ് അവൻ കഴിക്കും, പക്ഷെ വലിയ ടാബ്ലറ്റ് അവൻ കഴിക്കൂല കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടാബ്ലറ്റ് ആയിരുന്നു. അത് 3-4 പീസാക്കി കൊടുത്തപ്പോൾ ഓരോന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ അവനത് അങ്ങ് അവിടെ നടക്കണേ വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ വേഗം കട്ട് ചെയ്ത് ഓന് കുടിപ്പിച്ചു. പിന്നെ എല്ലാവരും കൂടി കുറേ നേരം ഒന്ന് വർത്താനം പറഞ്ഞിരുന്നു, അത്രയൊക്കെ തന്നെ കേട്ടോ. ഇനി പോയി ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ശരി, ബൈ.